അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. തെരഞ്ഞെടുപ്പ് ഗോത എന്നുള്ളത് വാളാടി കവലയിലാണ്. നമുക്കിവിടെ വരാനുള്ള ഒരു പ്രത്യേക കാരണമുണ്ട്. വാളാടി കവല കേന്ദ്രീകരിച്ച് കുറേ നാളുകളായിട്ട് പൊതുപ്രവർത്തന രംഗം നടത്തി വരുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹമാണ് ഇന്ന് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൻ്റെ 8ാം വാർഡിൽ നിന്നും മത്സരരംഗത്ത് ഉള്ളത്. 2 ഇല ചിഹ്നത്തിനാണ് മത്സരിക്കുന്നത്. കേരള കോൺഗ്രസിൻ്റെ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഏക സീറ്റ് കൂടിയാണത്. അപ്പം സൈചേട്ടൻ നമ്മളോടൊപ്പം ചേരും. നല്ല തിരക്കും കൂടി ഉണ്ട്. ഈ സ്കൂൾ വിട്ട സമയമാണ് നമ്മൾ എടുക്കുന്നത്, അതുകൊണ്ട് നല്ല തിരക്ക് കൂടെ ഉണ്ട്. സൈചേട്ടൻ, ആദ്യം തന്നെ എല്ലാ വിജയ ആശംസകളോട് നമുക്ക് തുടങ്ങാം. താങ്ക് യു, വളരെയധികം നന്ദി. നമ്മുടെ 8ാം വാർഡിലെ ഇലക്ഷൻ പ്രചരണം LDFിൻ്റെ നല്ല രീതിയിൽ പുരോഗമിച്ചു വരുന്നു. ജനങ്ങളുടെ ഇടയിൽ ഒരു 2 റൗണ്ടോളം പൂർത്തീകരിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു 80% ആളുകളെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാൻ കഴിഞ്ഞു. ജനങ്ങളുമായി ഈ കഴിഞ്ഞ ഒരാഴ്ചക്കാലം സംവാദിക്കാൻ കഴിഞ്ഞതിൽ അവരുടെ ആവശ്യങ്ങളും അവരുടെ നാടിൻ്റെ വികസനവും മറ്റുമെല്ലാം എനിക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എൻ്റെ വാർഡ് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിനോട് ടൗണിനോട് ചേർന്നുള്ള വാർഡാണ് വാളാടി സൗത്ത്. ഇതിൽ മത്സരിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതെ, 20 വർഷത്തിന് ശേഷം വീണ്ടും മത്സരരംഗത്ത് വരുക അല്ലേ? അതെ അതെ, അതിനെക്കുറിച്ച് തന്നെ ഇപ്പം 20 വർഷത്തിന് ശേഷം മത്സരരംഗത്ത് വരുന്നു. പഴയ ആളുകളെല്ലാം മാറി പുതിയ പ്രവർത്തകരാണ് എന്നോടൊപ്പം പ്രവർത്തിക്കുന്നത്. പഴയ ആളുകൾ ആവേശത്തോടെയാണ് എൻ്റെ സ്ഥാനാർത്ഥിത്വം അറിഞ്ഞ് വളരെയധികം സന്തോഷത്തോടും സ്നേഹത്തോടും എൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ അവരെ അംഗീകരിച്ചു കഴിഞ്ഞു. അവരുടെ പിന്തുണയും സ്നേഹവുമാണ് എന്നെ ഈ മത്സരരംഗത്ത് ഉറച്ചു നിർത്തുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അല്ലെങ്കിൽ 20 വർഷക്കാലമായിട്ട് മത്സരരംഗത്തേക്ക് വന്നില്ല. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് പറയാമോ? ഞാൻ യഥാർത്ഥത്തിൽ പാർലമെൻ്ററി മോഹത്തോട് വളരെ താല്പര്യം കുറഞ്ഞ ആളാണ്. ഇപ്പോൾ തന്നെ എനിക്ക് മത്സരിക്കുവാൻ താല്പര്യമില്ലായിരുന്നു. എൻ്റെ പാർട്ടിയുടെയും LDFിൻ്റെയും നിർബന്ധപ്രകാരം എൻ്റെ ആത്മാർത്ഥ സുഹൃത്തുക്കളായ പലരും എന്നോട് നിർബന്ധിച്ച ശേഷമാണ് ഞാൻ അവസാന നിമിഷത്തിൽ ഇതിന് സമ്മതിച്ചത്. പാർലമെൻ്ററി അല്ലാതെ തന്നെ എനിക്ക് പൊതുപ്രവർത്തന രംഗത്ത് എന്നോട് സമീപിക്കുന്ന ആളുകളെ സഹായിക്കുവാനും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുവാനും എനിക്ക് കഴിയും. അധികാരമില്ലെങ്കിലും പല കാര്യങ്ങളും എനിക്ക് ചെയ്തു കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സന്തോഷവും സ്നേഹവും അവർക്ക് തിരിച്ചു എന്നോട് ഉണ്ട്. അതുതന്നെയാണ് ഇപ്പോൾ ആളുകൾ എന്തൊരു ആവശ്യത്തിന് വന്നാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നേരെ സൈചേട്ടനെ കാണാനായിട്ട് വരുവാണ്. അപ്പം ഇവിടെ മെമ്പർ ഉണ്ടെങ്കിലും വരുന്നു, മെമ്പർ ഇല്ലെങ്കിലും വരുന്നു. അപ്പോൾ അതിൻ്റെ എന്നോടുള്ള സ്നേഹവും ആത്മാർത്ഥതയുമാണ്. അത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഈ കാര്യത്തിൽ. അപ്പം ആ പ്രവർത്തനമാണ് എന്നെ ബലപ്പെടുത്തുന്നതും. ഞാൻ പ്രൊഫഷണൽ സോഷ്യൽ വർക്കറാണ്. ഇതല്ലാതെ തന്നെ സാമൂഹികപരമായ പല പ്രശ്നങ്ങളിലും ഇടപെടുകയും അതിന് പ്രശ്ന പരിഹാരത്തിന് ഏതെല്ലാം രീതിയിലാണ് ആ പ്രശ്നം പരിഹരിക്കുവാൻ സാധിക്കുന്നത് എന്ന് ആ രീതിയിൽ അവർക്ക് പരിഹരിച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിലെനിക്ക് എൻ്റെ സന്തോഷമുണ്ട്. എന്നെ സംബന്ധിച്ച് ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നതാണ് വലിയ സമ്പത്തായി ഞാൻ കരുതുന്നത്. ആ സമ്പത്തിലാണ് ഞാൻ ആശ്വസിക്കുന്നു, സന്തോഷവും ആത്മനിർവൃതിയും കൊള്ളുന്നത് അക്കാര്യത്തിലാണ്. ജനങ്ങൾക്ക് സേവ ചെയ്യുക, അതിന് മാത്രമാണ് സൈചേട്ടൻ ഇപ്പം ഉള്ളത്. എന്നാൽ വേറെ കാര്യങ്ങൾ നമുക്ക് ഈ കേരള കോൺഗ്രസ് സംബന്ധിച്ച് ആദ്യമേ UDFിലായിരുന്നു, ഇപ്പം അത് LDFിലേക്ക് വന്നിരിക്കുന്നു. അപ്പം ആ ഒരു പ്രവർത്തനം എങ്ങനെയുണ്ട്? ഇപ്പം LDFിനൊപ്പമാണ് ഇപ്പം പ്രവർത്തിക്കുന്നത്. LDFിനൊപ്പം പ്രവർത്തിക്കുന്ന വളരെയധികം സന്തോഷമുണ്ട്. വികസനത്തിന് വേണ്ടിയുള്ള LDFിൻ്റെ പ്രവർത്തനം, LDF വികസന കാര്യങ്ങൾ പറഞ്ഞാണ്, വികസനവും ജനക്ഷേമവും പറഞ്ഞാണ് LDF ജനങ്ങളെ ഈ ഇലക്ഷൻ കാലത്ത് നേരിടുന്നത്. ആ ആശയങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ ആ വികസനവും ജനക്ഷേമവും 2 കാര്യങ്ങളും ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനമാണ് ജനങ്ങൾക്കിടയിൽ ഏറ്റവും താഴെക്കിടയിൽ കുടുംബങ്ങളിലും ആളുകളിലും വ്യക്തികളിലും എല്ലാം എത്തിച്ചേരുന്ന വികസനമാണ്. ഇപ്പം ഉദാഹരണമായി പറഞ്ഞാൽ സ്ത്രീ സുരക്ഷാ പെൻഷൻ, പിന്നെ വാർദ്ധക്യകാല പെൻഷൻ വർദ്ധിപ്പിച്ചത്, നിരവധിയായ വികസനങ്ങൾ റോഡായാലും പശ്ചാത്തല മേഖലയായാലും നിരവധിയായ വികസനങ്ങൾ LDF സർക്കാർ നടത്തിയിട്ടുണ്ട്. അതെല്ലാം കാണിച്ചാണ് കേരള കോൺഗ്രസ് ആ മുന്നണിയോടൊപ്പം ശക്തമായി നിന്നുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ സംവിധാനം കേരളത്തിൽ ശക്തിപ്പെടുത്തുക എന്നാണ് കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് ഉള്ളത്. കേരള കോൺഗ്രസിൻ്റെ ചെയർമാൻ ജോസ് കെ മാണി അടക്കം LDFിൻ്റെ സംവിധാനത്തെ ശക്തിപ്പെടുത്തുവാൻ ഉള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. അതോടൊപ്പം ഞാനും ചേർന്ന് പ്രവർത്തിക്കുന്നത് അതിൽ സന്തോഷമുണ്ട്. എപ്പോഴും കാണുന്ന ആളുകൾ നമ്മളിപ്പം മത്സരരംഗത്ത് വോട്ട് വേണമെന്ന് പറഞ്ഞ ജില്ലയാണ്. അപ്പോൾ ആളുകൾ എന്ത് പറയുന്നു? ആളുകൾ സന്തോഷത്തോടെയാണ് നിങ്ങൾക്ക് വോട്ട് ചെയ്യും. നിങ്ങൾക്ക് വോട്ട് ചെയ്യും. അപ്പോൾ വിജയിച്ചു.
അങ്ങനല്ലേ? തീർച്ചയായിട്ടും ഞാൻ വിജയിക്കും. ഓക്കെ. അതുതന്നെയാണ് കേരള കോൺഗ്രസിന്റെ ഏക സീറ്റ് കൂടിയാണ് വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിലെ ഈ 8ാം വാർഡ്. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് ഈ സീറ്റ് നിലനിർത്താൻ ശക്തനായ ഒരു മത്സര സ്ഥാനാർത്ഥിയെ തന്നെ ഇറക്കേണ്ട വന്നു. അത് സജ്ജനല്ലാതെ വേറെ ആരും ഇല്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വണ്ടിപ്പെരിയാറിൽ നിന്നും VR വിജയനൊപ്പം ജിക്കോ വളപ്പിൽ.